എറണാകുളം അങ്കമാലിയിൽ തടി കയറ്റിപ്പോയ ലോറി മറിഞ്ഞ് അപകടം. മൊത്തം എറണാകുളത്ത് അപകടവും തീപിടുത്തമാണല്ലോ. തൃശൂർ ഭാഗത്ത് നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയ ലോറിയാണ് കോതക്കുളങ്ങരയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അങ്കമാലി ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ എത്തിച്ച് വാഹനം മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ലിബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിബി, ഇതാ മറ്റൊരു വാഹനാപകടത്തിന്റെ വാർത്ത. ഇന്നലെ നമ്മൾ ഈ സമയത്ത് ഒരു ബസ് മറിഞ്ഞ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. അതിലും ആശ്വാസമുണ്ടായിരുന്നത് ആർക്കും അപകടമുണ്ടായില്ല. ഈ അപകടത്തിലും ആർക്കും വലിയ പരിക്കേറ്റിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം ലിബി? ഡോക്ടർ അരുൺ, രാവിലെ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഒന്നിന് പിന്നാലെ ഒന്നായി ഇന്ന് അപകട വാർത്ത തന്നെയാണ് കൊച്ചിയിൽ നിന്ന് നൽകാനുള്ളത്. ഈ അങ്കമാലി കോതകുളങ്ങരയിൽ തടിലോറിയാണ് മറിഞ്ഞത്. തടിലോറി ടേണിങ്ങിൽ വെച്ച് മീഡിയനിൽ തട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ ലോറി മുഴുവൻ തടി ഉണ്ടായിരുന്നു. ആ തടികളെല്ലാം അതിന്റെ വടം പൊട്ടി റോഡിലേക്ക് വീണു. ലോറി മറിഞ്ഞു വീണു. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കാണാം. ലോറി മറിഞ്ഞ് റോഡിന് കുറുകെ വീണു. തടി മുഴുവൻ റോഡിലേക്ക് വീണു. ഇതോടുകൂടി 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. ഇപ്പോൾ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. തൃശൂർ ഭാഗത്ത് നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ലോറി. ഇവിടെ ഇത്തരം തടി ലോറികൾ പോവുക പതിവാണ് ഈ റോഡിൽ. എപ്പോഴും ലോറികൾ ഇത്തരത്തിൽ തടി നിറച്ച വടം കെട്ടിയാണ് ലോറിയിൽ തടി കൊണ്ടുപോകുന്നത്. നമ്മൾക്കറിയാവുന്നതാണല്ലോ. ഇത് പലപ്പോഴും ഇങ്ങനെ വടം പൊട്ടി അപകടം ഉണ്ടാവാറുണ്ട്. ഇത് ലോറി മറിഞ്ഞപ്പോഴാണ് ഈ തടിയെല്ലാം റോഡിലേക്ക് വീണത്. പിന്നെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി വശത്തേക്ക് മാറ്റി തടിയെല്ലാം ഒരു വശത്തേക്ക് ഒതുക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആർക്കും അപകടം ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. തൃശൂർ ഭാഗത്ത് നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അങ്കമാലി കോതകുളങ്ങരയിലാണ് പുലർച്ചെ അപകടമുണ്ടായത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ലെബിയാണ് വിവരങ്ങൾ നൽകിയത്. തീപിടുത്തത്തിന്റെ വാർത്ത സൗത്തിൽ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ ഒരു ലോറി മറിഞ്ഞ വാർത്തയും വരുന്നു. ആശ്വാസകരമായ വാർത്ത. ഇതിലൊന്നും തന്നെ ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല, ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്നിപ്പോൾ ഒരു പത്രവാർത്തയിൽ കണ്ടതാണ്. നമ്മൾ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ പ്രത്യേകിച്ചും തീവണ്ടികളിൽ കർപ്പൂര ആരതിയൊക്കെ ഒഴിയുമല്ലോ. അതിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കത്തുന്ന വസ്തുക്കളൊന്നും തന്നെ ഈ തീവണ്ടിയിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ഭക്തി കൂടിയിട്ട് ചില ആളുകളൊക്കെ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി കുളിച്ചിട്ടൊക്കെ വരും. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനുശേഷം കർപ്പൂരമൊക്കെ കയ്യിൽ തട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന കാണാം. ഇതൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിലൊരു ജാഗ്രത വേണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരോടാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്നും അധികമായിട്ട് അങ്ങനെ തീവണ്ടി യാത്രയിൽ കർപ്പൂരാരതി ഒഴിയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരുണ്ട്. ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കും. അതെന്തായാലും റെയിൽവേ മന്ത്രാലയം ശക്തമായിട്ട് താക്കീതുമായിട്ട് വന്നിട്ടുണ്ട്. വലിയ പിഴ ഈടാക്കും, പിടിച്ചകത്തിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തി കൂടി തീവണ്ടിക്കുള്ളിൽ ഈ പറയുന്ന കർപ്പൂരാരതി ഒഴിയാനൊന്നും നിൽക്കരുത്. അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് സമാധാനത്തോടുകൂടി പിന്തിരിപ്പിക്കണം. അവരുടെ ഭക്തിവിശ്വാസത്തെ നമ്മൾ ഹേർട്ട് ചെയ്യാനും പാടില്ല. ഇത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവരെ. ഇതാണ് ചട്ടം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. വലിയ അപകടങ്ങളൊന്നും താങ്ങാനുള്ള ശേഷി നമുക്ക്